ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 52 അധ്യായം 12 വാക്യം. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിമ്പട ആയിരിക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. യഹോവയായ ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും ഓർക്കണമെന്ന് തിരുവെഴുത്തിൽ ആവർത്തിച്ചിട്ടുമുണ്ട്. ആകയാൽ നാമും കഴിഞ്ഞുപോയ നാളുകളിൽ കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളും തൻ്റെ കരുതലുകളും നാം ഓർക്കുകയും അധികം നന്ദിയോടെ ജീവിക്കേണ്ടവരുമാണ്. ഒരു പുതിയ വർഷത്തെ വരവേൽക്കുവാൻ ഏവരും ആഗ്രഹിക്കുമ്പോൾ യെശയ്യാവ് 52 വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ത്രികാലങ്ങളെ ബന്ധിപ്പിച്ച് ഹ്രസ്വമായ ഒരു ചിന്ത പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു. പ്രധാനമായും ദൈവം നമുക്കൊരുക്കുന്ന അഥവാ ഒരുക്കിയിരിക്കുന്ന 3 സുരക്ഷകളെക്കുറിച്ച് തന്നെ. ഒന്ന്, പൊയ്പോയ നാളുകൾ മുതലുള്ള സുരക്ഷ. ഭാവിയിൽ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വർഷാവസാനത്തിൽ നാം അതിനുവേണ്ടി ആകാംക്ഷയോടെ ചിന്തിക്കുന്നവരുമാകാം. ഇതുവരെ ദൈവം നമ്മെ സൂക്ഷിച്ചു, പരിപാലിച്ചു, പ്രതിസന്ധികളെ തരണം ചെയ്തു. നാഥൻ നൽകിയ വാഗ്ദത്തപ്രകാരം അവൻ പരിപാലിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇന്നലകളെ ഓർക്കുമ്പോൾ ഉത്കണ്ഠയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ദൈവകൃപയുടെ ഇന്നത്തെ നമ്മുടെ ആസ്വാദനം ഇന്നലെ വരെ നാം ചെയ്ത തെറ്റുകളുടെയും മണ്ടത്തരങ്ങളുടെയും ഓർമ്മയിൽ പരിശോധിക്കപ്പെടുന്നത് അനുയോജ്യവുമാണ്. ഓർക്കുക, ദൈവം നമ്മുടെ ഇന്നലകളുടെ ദൈവമാണ്. ഭാവിയിലേക്കുള്ള ആത്മീയ സംസ്കാരത്തിൻ്റെ ഒരു പുതിയ പാന്താവ് തുറക്കുന്നതിന് ഭൂതകാല ചെയ്തികളെ ഓർമ്മിക്കുവാൻ, അതിൽ കൂടി മെച്ചപ്പെട്ടവ തിരഞ്ഞെടുക്കുവാനും നമ്മെ ഇടയാക്കുന്നു. ഭൂതകാലത്തിലെ സുരക്ഷയേക്കാൾ അധികം സുരക്ഷിതരായി വർത്തമാനകാലത്തിൽ സുരക്ഷയൊരുക്കുന്ന കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. 2, നാളത്തേക്കുള്ള സുരക്ഷ. യഹോവ നമുക്ക് മുമ്പായി നടക്കും. ഇത് കൃപയിൽ പൊതിഞ്ഞ തൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തത്തിൻ്റെ വെളിപ്പാടാകുന്നു. നമ്മൾ പരാജയപ്പെടുന്നിടത്ത് ദൈവം കാവലേർപ്പെടുത്തി സുരക്ഷിതത്വം നൽകുന്നു. ദൈവം നമ്മുടെ മഹാപ്രതിഫലമാകയാൽ മുൻകാലങ്ങളിൽ സംഭവിച്ച പരാജയങ്ങൾ ആവർത്തിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അവൻ നമ്മിൽ ശ്രദ്ധ വെച്ച് ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരികയും ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരികയും ചെയ്യുന്നു. അങ്ങനെ ദൈവം ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞ് നമ്മെ നല്ല മനസ്സാക്ഷിക്കായി ഒരുക്കിയെടുക്കുന്നു, ഏറെ സുരക്ഷയും നൽകുന്നു. 3, വർത്തമാനകാല സുരക്ഷ. ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിമ്പട ആയിരിക്കും. നീ തിടുക്കത്തിൽ പുറപ്പെടും. വരാനിരിക്കുന്ന വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് ആവേശഭരിതമായ, അത് ഓർമ്മിപ്പിക്കത്തക്ക ആനന്ദത്തിൻ്റെ തിടുക്കത്തിലോ ആവേശകരവും ചിന്താശൂന്യവുമായ സംസാരത്തിലോ ആകരുത്. മറിച്ച് മുൻപടയായി, പിമ്പടയായി, അഗ്നിമേഘ തൂണുകളാൽ തൻ്റെ ജനത്തെ നടത്തിയ സൈന്യങ്ങളുടെ അധിപൻ നമ്മോടും കൂടെയുണ്ട്. നമ്മുടെ ഇന്നലകൾ നമുക്ക് പരിഹരിക്കാനാകാത്ത കാര്യങ്ങൾ സമ്മാനിക്കുന്നു. ഒരിക്കലും തിരിച്ചു വരാത്ത അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വിനാശകരമായ ഉത്കണ്ഠയെ ഭാവിയിലേക്കുള്ള സൃഷ്ടിപരമായ ചിന്താഗതിയിലേക്ക് മാറ്റുവാൻ സർവശക്തന് തീർച്ചയായും കഴിയും. ആകയാൽ ഭൂതകാലം വിസ്മൃതിയിൽ അലിയട്ടെ. അപരിഹാര്യമായ ഭൂതകാലം ദൈവത്തിൽ ഫലമേൽപ്പിക്കുക. അവനോടൊപ്പം അപ്രതിരോധ്യമായ ഭാവിയിലേക്ക് നമുക്ക് ചുവടുവെക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നവവത്സരാശംസകൾ നേരുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.